ഇന്ന് പടവലങ്ങ കൊണ്ട് ഒരു ഒഴിച്ചുകറി, വളരെ ടേസ്റ്റി ഒഴിച്ചുകറി ഉണ്ടാക്കാം. കണ്ടോ, ഒരു പടവലങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കഴുകിയത് നീളത്തിൽ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്കൊരു 2 സവാള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ്. അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്നായി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഉപ്പിടാം. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വഴന്ന് വരട്ടെ കേട്ടോ. പടവലങ്ങ കറിയൊന്നും എനിക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒഴിച്ച് കറിയായിട്ട് നല്ല രസമായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് പടവലങ്ങ കറി. അപ്പം ഞാൻ ഒരു നാളികേരം, ഒരു മീഡിയം വലുപ്പത്തിലുള്ള നാളികേരം ചെറുകി അരയ്ക്കല്ല, പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സവോള ആയി വന്നപ്പോൾ ഒരു ചെറിയ കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് അതിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോണ വരെ നന്നായി ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഇത് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അതും കൂടി അതിൽ കിടന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. കറിവേപ്പില അങ്ങനത്തെ നാടൻ കറികൾക്ക് കുറച്ച് അധികം ഇടണത് നല്ലതാണ്. ഞാൻ ഇനിയിപ്പോൾ താളിപ്പ് തയ്യാറാക്കണ കാരണം ഇത്ര ഇട്ടത്. അപ്പോൾ ഇത് അതിൻ്റെ പച്ചമണമൊക്കെ, ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അതാണ് ഞാനിങ്ങനെ ഇളക്കി അത് അതിൻ്റെ പച്ചമണം കളഞ്ഞ് നമുക്ക് എടുക്കണം. അതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാശ്മീരി മുളക് പൊടിക്ക് പകരം അതൊരു ടേബിൾ സ്പൂണോളം ഇട്ടുണ്ട് കേട്ടോ. ഞാൻ സ്പൂണെന്നാണ് പറഞ്ഞത്. അപ്പം അതില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ടാലും മതി. പിന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത് അത് വഴറ്റി ചെറുതായിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച പടവലങ്ങ ഇട്ട് കൊടുക്കാം. വളരെ നീളം വേണ്ട കേട്ടോ, ഒരു ഇതായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഞാനൊരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കോൽപ്പുളി, ഞങ്ങൾ കോൽപ്പുളി എന്നാണ് പറയുക, ഉണ്ടപ്പുളി എന്നൊക്കെ പറയും. അപ്പോൾ അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ സ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരട്ടെ. അപ്പോൾ അതിനിടയിൽ ഞാനൊരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3-4 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നമുക്കത് താളിപ്പാക്കി എടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം, 2-3 വറ്റൽമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. 4 വറ്റൽമുളക് ഇട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കറിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇനി 1-ാം പാൽ ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യുക. ആ ചൂടിൽ എഴുന്നിട്ടായാൽ മതി കേട്ടോ. ഇനി നമുക്ക് താളിപ്പയിലേക്ക് ഒഴിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ച് കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ പപ്പടമോ ഒരു തോരനോ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഭക്ഷണം കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.